ഹലോ. അങ്ങനെ ബറോസ് കണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ സംവിധാനം നിർവഹിച്ച ആദ്യത്തെ ചിത്രം ബറോസ്. അദ്ദേഹം നായകനായി ഇറങ്ങിയ ആദ്യ ചിത്രം റിലീസായ ക്രിസ്മസ് ദിനം ഡിസംബർ 25. അതേ ദിവസം തന്നെയാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം നിർവഹിച്ച ചിത്രവും റിലീസായിരിക്കുന്നത്. ഡിസംബർ 25 ഒരു ക്രിസ്മസ്. അപ്പോൾ ബറോസ് ഇതൊരു പക്ക ഫാന്റസി ആയിട്ടുള്ള ഒരു പടമാണ്. ഇത് മെയിനായിട്ട് കുട്ടികൾക്ക് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇത് മുതുക്കാട്ടം അല്ലെങ്കിൽ മുതുക്കായിട്ടുള്ളവർക്ക്, വലിയ അഡൽട്ട്സ്, അവർക്ക് പറ്റിയൊരു ടൈപ്പ് പടമല്ല. അവർ ആ ഒരു ക്യാഷ് കൊമേഴ്ഷ്യൽ ജോണർ എന്ന രീതിയിൽ ഈ പടത്തെ സമീപിക്കുകയാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ എൻജോയ് ചെയ്യാനോ അങ്ങനെ ആസ്വദിച്ച് കാണാനോ പറ്റുന്ന ടൈപ്പ് ഒരു പടം അല്ല. ഇതൊരു ഫാന്റസി. ആ ഒരു മൈൻഡിൽ വേണം നമ്മൾ ഇതിനെ സമീപിക്കാൻ. അങ്ങനെ സമീപിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കണ്ട് ഫാന്റസി ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാവുന്ന ഒരു നൈസായിട്ട് പോകുന്ന ഒരു പടമാണ്. ലാലേട്ടൻ അടിപൊളിയായിട്ട് ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ സന്തോഷ് ശിവൻ സൂപ്പറായിട്ട് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. നൈസ് ടോപ്പ് ടെക്നിക്കൽ സൈഡ് നല്ല ടോപ്പ് പരിപാടി. VFX ഒക്കെ കിടിലം വർക്ക്, അടിപൊളി VFXും കാര്യങ്ങളൊക്കെയാണ്. 3D പടം, അടിപൊളി 3D. പിന്നെ നമ്മളെയൊക്കെ ഒരുപാട് അമ്പരിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സൈസ് 3D ഒന്നുമല്ല. ഇതൊരു സിമ്പിളായിട്ട് എല്ലാവർക്കും ഇങ്ങനെ കണ്ടിരിക്കാം, നൈസായിട്ടിരിക്കാവുന്ന 3D വർക്ക്. അടിപൊളി VFX ആയിരുന്നു കേട്ടോ. കൊടുത്ത കാശിനുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആദിപുരുഷൊക്കെ എടുത്തവന്മാർ ഇതൊക്കെ കണ്ട് പഠിക്കണം. ഇതിന് ചിലവാക്കിയ പൈസ ഞങ്ങൾ വെച്ചിട്ട് രണ്ടിന്റെയും പ്രോഡക്റ്റ് കമ്പയർ ചെയ്ത് നോക്കണം. കിടിലം VFX പരിപാടി. പിന്നെ എനിക്കിതിൻ്റെ അകത്ത് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഇത് മെയിനായിട്ട് കുട്ടികൾ ബേസ് ചെയ്ത് ഇറക്കിയ പടമാണ്. അപ്പൊ ഇത് കൂടുതലായിട്ട് ഫാന്റസി കൂടുതലായിട്ട് കാണിക്കാൻ ഒന്ന് ശ്രമിക്കണമായിരുന്നു. എനിക്ക് അതാണ് ഇത് നെഗറ്റീവായിട്ട് തോന്നിയത്. കാരണം ഇതിന്റെ സ്റ്റോറി പറഞ്ഞു പോകുന്നത് ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് പോലെയാണ്. ഈ കുട്ടികൾക്ക് ഇതിന്റെ കഥാപരമായി ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അത് മെയിനായിട്ട് മുതിർന്നവർക്ക് മനസ്സിലാവുന്ന കൊമേഴ്ഷ്യൽ ടൈപ്പ് പോലെയാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത്. ഫാന്റസി കുറച്ചുകൂടി കൂട്ടി, കുറച്ചുകൂടെ ഫാന്റസി ഉൾപ്പെടുത്തി, കുറച്ചുകൂടെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ചുകൂടെ രസിപ്പിക്കാമായിരുന്നു എന്നൊരു ഫീൽ എനിക്ക് തോന്നി. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ പടത്തിനൊരു പ്രശ്നമില്ല. നൈസായിട്ട് കണ്ടിരിക്കാൻ നല്ലൊരു ഫാന്റസി കിഡിലും പരിപാടി. ഒരു ഹോളിവുഡ് പടം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഇതിന് മെയിനായിട്ട് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അടിപൊളിയായിരുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് വിദേശ താരങ്ങളാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ ഫീൽ ആയത്. ആശീർവാദ് സിനിമാസാണ് നിർമ്മാണം. അപ്പം അറിയാലോ, ആന്റണി പെരുമ്പാവൂർ സ്ഥിരം സാന്നിധ്യം കാണും, ഒരു ചെറിയ ഗസ്റ്റ് റോൾ പോലെ. ഇതിലും ഉണ്ട് പുള്ളിയുടെ ഒരു ചെറിയൊരു സാന്നിധ്യം, ഒരു ഗസ്റ്റ് റോള്. അപ്പം അതുപോലെ തന്നെ ചെറിയൊരു റോളാണെങ്കിലും ഒന്ന് കോമാളിത്തരം കാണിച്ചിട്ട് പോകുന്നതാണ് പുള്ളിയുടെ സ്ഥിരം പരിപാടി. അപ്പം അത് വെച്ചിട്ട് ഇതിലും അതുപോലെ തന്നെയാണ്. ചെറിയൊരു പരിപാടി, ചെറിയൊരു കോമാളിത്തരം കാണിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. ഓവറോൾ നൈസ് ഒരു വർക്കായിരുന്നു. മോഹൻലാലിന്റെ ഡയറക്ഷൻ ആയാലും എല്ലാം നൈസ് പരിപാടിയായിരുന്നു. നല്ല രസത്തിന് കണ്ടിരിക്കാവുന്ന ഈ ക്രിസ്മസ് വെക്കേഷൻ ഫാമിലി ആയിട്ടൊക്കെ പോയി എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈസ് പടമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നൈസ് പരിപാടിയായിരുന്നു. അടിപൊളി. ഇതിന്റെ മെയിനായിട്ട് ഇതിന്റെ VFX കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളി അങ്ങനത്തെ ഒരു ഫീലില്ല. നൈസായിട്ട് ചുമ്മാ കണ്ടിങ്ങനെ രസിച്ചിങ്ങനെ കണ്ടിരിക്കാവുന്ന നൈസ് ഒരു പടം. അപ്പൊ അത്രേ ഉള്ളൂ. ബറോസ് പപ്പാ.